ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഒരു സ്വർണ്ണക്കൊള്ളയുടെ ഏറ്റവും ഇങ്ങേയറ്റത്തെ ഒരു കണ്ണി മാത്രമാണ്. ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ അയ്യപ്പനെ തന്നെ അടിച്ചുകൊണ്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടോ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതേ രീതിയിലുള്ള ഒരു ഗൂഢാലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ സർക്കാരിനെ സംബന്ധിച്ചിട്ട് സർക്കാരിന്റെ സമയം തെളിഞ്ഞു വരുന്നു എന്നതിന് വേണ്ടി പറഞ്ഞു വരും. ഇപ്പോൾ അന്വേഷണം കൂടുതലായിട്ട് പോകുന്നത് കർണാടക കേന്ദ്രീകരിച്ചിട്ടാണ്. കർണാടക എന്ന് പറയുമ്പോഴത്തേക്ക് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് ഇനി അന്വേഷണം നടക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് മൊഴിയെടുക്കാൻ വേണ്ടി പോകുന്നത് ബാംഗ്ലൂർ, ചെന്നൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദിവസമായിട്ടും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് തെളിവെടുക്കാൻ വേണ്ടി പോയിട്ടില്ല. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ഈ തെളിവെടുക്കാൻ പോയി കഴിയുമ്പോഴത്തേക്കാണ് കൂടുതൽ കാര്യങ്ങൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകുക. അതുവഴി കോടതിയും ഈ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള കേസ് അന്വേഷണത്തിന്റെ പുരോഗതി അതാത് സമയങ്ങളിൽ കൃത്യമായിട്ട് തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കോടതിയെ ധരിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ 2 ആഴ്ചത്തേക്ക് കൂടി, ഇപ്പോൾ 6 ആഴ്ചയാണ് പറഞ്ഞിരുന്നത്, 2 ആഴ്ചത്തേക്ക് കൂടി അന്വേഷണത്തിന്റെ സമയപരിധി വർദ്ധിപ്പിച്ചിട്ടുണ്ട്.